നടൻ കാളിദാസ് ജയറാമിന് പ്രണയ സാഫല്യം. സുഹൃത്ത് താരിണിയുമായുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്നു. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് കാളിദാസും താരിണിയും തമ്മിൽ വിവാഹിതരായത്. സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. നടൻ കാളിദാസ് ജയറാം താരണി കലിംഗരായരുടെ കഴുത്തിൽ താലി ചാർത്തി. ഗുരുവായൂർ കിഴക്കേ നടയിൽ രാവിലെ 7:30-നും 7:45-നും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. ക്ഷേത്ര കൊടിമരത്തിന് മുന്നിലായി ക്രമീകരിച്ചിരുന്ന വിവാഹ മണ്ഡപത്തിൽ വെച്ച് കാളിദാസ് ജയറാം താരണി കലിംഗരായരെ തുളസിഹാരമണിയിച്ച് താലി കെട്ടുകയായിരുന്നു. മണ്ഡപത്തിനുള്ളിൽ അഗ്നിയെ വലം വെച്ച ശേഷം വധൂവരന്മാർ പുറത്തേക്കിറങ്ങി. മാതാപിതാക്കളായ ജയറാമും പാർവതിയും വധൂവരന്മാരെ അനുഗ്രഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ വധൂവരന്മാർക്ക് വിവാഹമംഗളാശംസകൾ നേർന്നു. സന്തോഷം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. തന്റെയും പാർവതിയുടെയും കല്യാണം കാണാൻ വർഷങ്ങൾക്ക് മുൻപെത്തിയ ആൾക്കൂട്ടം ഇത്തവണയും ഉണ്ടായതായി ജയറാം പറഞ്ഞു. ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7-ാം തീയതി അശ്വയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചാർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ, പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് താരുവിൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ കഴിഞ്ഞതിൽ അത്ര സന്തോഷം. പുതിയ യാത്രയ്ക്ക് പുതിയ തുടക്കമാണെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കാളിദാസ് ജയറാമും പറഞ്ഞു. പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. കാളിദാസിന്റെ സഹോദരി മാളവികയുടെ വിവാഹം ഗുരുവായൂരിൽ ഇക്കഴിഞ്ഞ മെയ്യിലാണ് നടന്നത്. 1992 സെപ്റ്റംബർ 7-ന് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹം ഗുരുവായൂരിലായിരുന്നു. ഗുരുവായൂർ കണ്ട റെക്കോർഡ് തിരക്കുള്ള താരവിവാഹമായിരുന്നു അത്. അമൃത ന്യൂസ്, തൃശൂർ.